ISL ഇത്രയും ഇമേജ് കൂട്ടാൻ കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലെത്തിയതുകൊണ്ടാണ്. ഇതിനു മുമ്പൊരു ഫൈനൽ നടന്നത് ആർക്കും പകുതി പേർക്കും വലിയ താല്പര്യക്കുറവും വലിയൊരു എന്താ പറയുക ഇഷ്യൂ അല്ലാത്തൊരു സംഭവമായിരുന്നു. ഈ പ്രാവശ്യത്തെ ISL എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും കൽക്കട്ടയുമുള്ള തമ്മിൽ മത്സരം നമ്മൾ കേരളത്തെ അപേക്ഷിച്ച് ഒരു വേൾഡ് കപ്പ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുക. ഇതിനു മുമ്പൊരു കളി നടന്നിട്ടുണ്ടായിരുന്നു ISL കൽക്കട്ടയും കേരള ബ്ലാസ്റ്റേഴ്സും. പക്ഷേ നമ്മൾ ചെറിയൊരു പിഴവുകേട് മൂലമാണ് നമ്മുടെ ട്രോഫി നഷ്ടപ്പെട്ടത്. ഈ പ്രാവശ്യം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പകുതി കളിച്ചാൽ മാത്രം ഗ്രൗണ്ടിൽ ബാക്കി എല്ലാ ജനങ്ങൾ ഏറ്റെടുത്ത് ജയിപ്പിക്കുന്നുള്ള വിശ്വാസമാണ് കളിയിലോടും ജനങ്ങളോടും എനിക്കുള്ള വിശ്വാസം. അതുകൊണ്ട് പകുതി കളിച്ചാൽ മതി, ബാക്കി നമ്മുടെ കേരളത്തിൻ്റെ ആരാധകരും മറ്റെല്ലാവരും ചേർന്ന് ആ ടീമിനെ ജയിപ്പിച്ചോളും. അതിനെല്ലാ പിന്തുണയും. അബ്ദുൽ ഹക്കീം അടക്കമുള്ളവരുടെ ആശംസ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട്. അത് ഇന്ന് കലാശ പോരാട്ടത്തിൽ അവർക്ക് തുണയാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കപ്പ് നേടാൻ കലാശ പോരാട്ടത്തിന് കൊച്ചിയിലിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസ. മലയാളികളെ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിന്റെ സഹ ഉടമസ്ഥതയിലുള്ള ടീമാണിത്. കോച്ച് സ്റ്റീവ് കോപ്പലിന്റെ പരിശീലനത്തിൽ വളർന്നു വന്ന താരങ്ങൾ മലയാളികൾക്ക് നല്ല വാർത്ത സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വദേശിയുടെ ചില താരങ്ങൾ യഥാർത്ഥത്തിൽ മിസ് ചെയ്തു പോകാറുണ്ട്. ഇപ്പോൾ ഹ്യൂമിനെ സംബന്ധിച്ച് അത് പറഞ്ഞു പഴകിയതാണ്. ഹ്യൂം ഇപ്പോൾ കൊൽക്കത്തക്കാരനാണെങ്കിലും ഹ്യൂമേട്ടൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഹ്യൂമിനൊപ്പം തന്നെ പിയേഴ്സിനെ കൂടി ഓർക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ മിഡ്ഫീൽഡിൽ ഏറെ സജീവവും ശ്രദ്ധേയമായിരുന്നു. റഫീഖൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ചില ക്രയവിക്രയങ്ങൾ മാറ്റങ്ങളൊക്കെ നടന്നുവെങ്കിലും എങ്ങനെയാണ് വിശേഷിച്ച് അവരെ കാണാനാവുക? ഈ ISL താരങ്ങളെ വാങ്ങുന്നതിൽ താരലലത്തിൽ ഏറ്റവും അശ്രദ്ധ കാണിക്കുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന രീതിയിൽ പല പരാതികളും വന്നിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഒരു തരത്തിൽ കഴിഞ്ഞ തവണത്തെ കേരളം 8ാം സ്ഥാനത്തേക്ക്, ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയതിന് പോലും കാരണം ഈ ടീമിൻ്റെ മാനേജ്മെൻറ്റ് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ജയിക്കാൻ ആവശ്യമായ കളിക്കാരെ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളൊരു വലിയ പരാതി ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹ്യൂമിനെയും പിയേഴ്സിനെയും നഷ്ടപ്പെടുത്തി. ആദ്യ ISL കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലെത്തിച്ച ഏറ്റവും നിർണായകമായ താരങ്ങൾ ഇംഗ്ലീഷ് താരങ്ങളായിരുന്നു ആ ISL നമ്മുടെ ശക്തി. അതിൽ തന്നെ ഹ്യൂമും പിയേഴ്സണും. ഹ്യൂമിൻ്റെ ഗോളടി മികവും അല്ലെങ്കിൽ ആരാധകർ കൂടുതലുണ്ടായത് ഹ്യൂമിനാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നും ഫുട്ബോളിൽ ഗോളടിക്കുന്നവർക്കൊപ്പമാണ് ആരാധകർ എന്നുള്ളത് മറ്റു താരങ്ങൾക്ക് വലിയ പരാതിയുള്ളതാണ്. എന്നാൽ പിയേഴ്സൺ എന്ന താരം, പറക്കും സായിപ്പ് എന്നായിരുന്നു ആ ISL ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കളിക്കാരനായിരുന്നു. ഒരു ഗ്രൗണ്ട് നിറഞ്ഞു കളിക്കുന്ന താരം എന്ന് പറയും. നമ്മൾ പിന്നോട്ടെത്തി പ്രതിരോധിക്കാനും ഒപ്പം തന്നെ ആക്രമണത്തിനിടയിൽ ഗോൾ അടിക്കാൻ പോലും എത്തുന്ന ഒരവസ്ഥ, ഗോൾ അടിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പറന്ന് കളിക്കുക തന്നെ ചെയ്തിരുന്നു പിയേഴ്സൺ. പിന്നീട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അത്രത്തോളം തിളങ്ങാൻ സാധിച്ചില്ല എന്നുള്ള അദ്ദേഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കൊൽക്കത്ത നിരയിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ലാറയെയും ബോർജ ഫെർണാണ്ടസിനെയും പോലുള്ള താരങ്ങൾ കളിക്കുന്നു, സ്പാനിഷ് താരങ്ങൾ കളിക്കുന്നു, അവർ ഒത്തുണക്കത്തോടെ കളിക്കുന്നു, പൊസ്റ്റിഗയുണ്ട്. അപ്പോൾ സ്പാനിഷ് താരങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട്. അതിനിടയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് പിയേഴ്സിനുണ്ടായത്. എങ്കിൽ പോലും അതിനിടയിൽ പോലും നിർണായകമായ ഗോളുകൾ, കേരളത്തിനെതിരെ അദ്ദേഹം അടിച്ച ഗോൾ നമുക്കറിയാം. ഒരു ഫോർവേഡ് മുന്നേറ്റക്കാരൻ്റെ അതേ രീതിയിലായിരുന്നു അദ്ദേഹം ആ പന്തിനൊപ്പം എത്തി ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ക്രോസ് സ്വീകരിച്ച് ഗോൾ അടിക്കുന്നത്. അപ്പോൾ മൈതാനത്തിൻ്റെ ഏതു ഭാഗത്തും എത്തി എല്ലാ തരത്തിലും ടീമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു താരമാണ് പിയേഴ്സൺ. അദ്ദേഹം ഈ സ്പാനിഷ് താരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് തൻ്റെ സ്വതസിദ്ധമായ കളി പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോലും ചിലപ്പോൾ നമ്മുടെ കണക്കുകളിൽ പോലും പിയേഴ്സൺ കടന്നു വരാത്തത്. എന്നാൽ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. നമ്മൾ കുറച്ച് കാണുന്നത് പോലെ തന്നെ എതിരാളി കൊൽക്കത്തയുടെ ഏതൊരു എതിരാളിയും ആ ടീമിൽ പിയേഴ്സൻ്റെ സാന്നിധ്യം അത്രത്തോളം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആ ടീമിന് അത്രത്തോളം അപകടം ചെയ്യും. ലീഗ് മത്സരത്തിൽ കേരളത്തിന് ഏറ്റവും ദോഷമായത് ആ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു താരങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ പിയേഴ്സിനെ സ്വതന്ത്രമായി വിടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില താരങ്ങൾ നമ്മൾ ഈ ISL ശ്രദ്ധിക്കപ്പെടേണ്ടവർ തന്നെയാണ്. കൊൽക്കത്തയുടെ ഒരു ശക്തി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലാറയ്ക്കൊപ്പം തന്നെ നിർത്താവുന്ന ഒരു താരമാണ് പിയേഴ്സൺ. അദ്ദേഹത്തെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. എന്തായാലും സാധ്യത ടീം കൂടി ഈ ഘട്ടത്തിലൊന്ന് നോക്കാം. എന്താ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗ്രഹാം സ്റ്റോക്ക് തന്നെ ഗോൾ കീപ്പർ, ഒപ്പം പ്രതിരോധത്തിൽ ജിങ്കൻ, ഹ്യൂസ് സെൻട്രലിൽ ഹെങ്ബർട്ട്, ഒപ്പം റെനോ സാധ്യതയാണ്. റെനോ ആൻഡോ മധ്യനിരയിൽ CK വിനീത്, അസ്രാഖ് മുഹമ്മദ്, മെഹ്താബ്
അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയിലേക്ക് പോയാൽ ഏകദേശ സാധ്യത ഇങ്ങനെയാണ് എന്നതാണ് നിലവിലുള്ള സൂചനകൾ. ദേബ്ജിത്ത് മജുംദാർ കീപ്പർ, ഒപ്പം പ്രതിരോധം കീക്കൻസ്, സെറീനോ സെന്റർ, മൊണ്ടാൽ, പ്രീതം കോട്ടാൽ, മധ്യനിരയിൽ പിയേഴ്സൺ, ബോറ, മുൻനിരയിൽ ഇയാൻ ഹ്യൂം, ഒപ്പം അറ്റാക്ക് ഹെഡർ പോസ്റ്റിക, ഹാവി ലാറ റൈറ്റിൽ. ഇങ്ങനെ ആവാനുള്ളൊരു സാധ്യത കൂടിയാണ് ഈ ഘട്ടത്തിൽ നിലവിൽ ലഭിക്കുന്നത്. ബിനീഷ്, ഇവിടെ ഈ ഇന്ന് കോപ്പൽ നേരത്തെ കോപ്പലിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ടീം വിന്യാസത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഒരു സാധ്യതയാണ്, ഉറപ്പില്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഗോൾ കീപ്പർ എന്ന തരത്തിലേക്ക് ഗ്രഹാം സ്റ്റോക്കിനെ നിർത്തിയുള്ള ഒരു പരിശീലനത്തിന് അല്ലെങ്കിൽ പരീക്ഷണത്തിന് തന്നെ ആവില്ലേ മുതിരുക? അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത നിലവിലുണ്ടോ? അതുകൊണ്ട് ഗ്രഹാം സ്റ്റാക്കിനെ ഇന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് ഡിഫൻസിലെ 4 ഫോറിൻ പ്ലെയേഴ്സ് എന്നുള്ള ഫോർമുല നമുക്ക് തെറ്റിക്കേണ്ടി വരും. കാരണം ഒരു ഫോറിൻ പ്ലെയർ ഗോൾ കീപ്പറായി വന്നു കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് ഒരു ഫോറിൻ പ്ലെയറിനെ എപ്പോഴും മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ലിമിറ്റഡ് ആയ ഫോറിൻ പ്ലെയേഴ്സിനെയും നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിജയപാതയിൽ ഈ അവസാനമായിട്ട് നടന്ന മാച്ചുകളിൽ, അതായത് ഹോം ഗ്രൗണ്ടിൽ നമ്മൾ 6 മാച്ച് ജയിച്ചപ്പോഴൊക്കെ കാണാൻ സാധിച്ചത് 4 ഫോറിൻ പ്ലെയേഴ്സാണ് ഡിഫൻസിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഫോർമുല അദ്ദേഹം മാറ്റാൻ സ്റ്റീവ് കോപ്പൽ മാറ്റുമോ? കാർഡിയോ തന്നെ ഇന്ന് ഡിഫൻസിൽ ഹോസുവിന് പകരം കാർഡിയോ ഇറക്കുമോ? അതോ കാർഡിയോക്ക് പകരം ഒരു ഇന്ത്യൻ പ്ലെയറിനെ വിങ് ബാക്കായി ഇറക്കിയിട്ട് സ്റ്റാക്കിനെ മാറ്റുകയോ എന്നൊരു ഫൈനൽ ഡിസിഷൻ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാക്കിനെ ഇന്ന് പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നന്ദിയുടെ നമ്മുടെ രക്ഷകനായി മാറിയത് സന്ദീപ് നന്ദി ആണെങ്കിൽ പോലും സന്ധ്യയുടെ പിഴവിൽ നിന്നാണ് ആ ഗോള് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ ഗോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുറച്ച് കോൺഫിഡൻ്റ് അല്ലാത്ത രീതിയിൽ പലപ്പോഴും ഡിഫൻസും ഗോൾ കീപ്പറും തമ്മിൽ ഒരു ആശയക്കുഴപ്പം പലപ്പോഴും കണ്ടിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം വരാൻ പാടില്ല. കാരണം അത്രയും മികച്ചു നിൽക്കുന്ന 2 സ്ട്രൈക്കേഴ്സാണ് എതിർ ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾ ഏരിയയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബോൾ അഡ്വാൻസ് ചെയ്ത് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന കീപ്പറെ തന്നെയായിരിക്കാം സ്റ്റീവ് കോപ്പൽ പരീക്ഷിക്കാൻ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ ഡിഫൻസിൽ 4 ഫോറിൻ പ്ലെയേഴ്സ് എന്നുള്ള സാധ്യത മങ്ങലാണ്. അതുകൊണ്ട് ഈ ഒരു തീരുമാനം സ്റ്റീവ് കോപ്പൽ അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെച്ചിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രാക്റ്റീവ് ഫുട്ബോളാണ്. ഡിസ്ട്രാക്റ്റീവ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ മേക്കേഴ്സ്, അതായത് മേത്താബ് ഹുസൈനും മുഹമ്മദ് അസ്രാഖുമാണ് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ്. അവർ രണ്ടുപേരും ഒരിക്കലും പ്ലേ മേക്കേഴ്സായി മാറാറില്ല. എതിർ ടീമിൻ്റെ പ്ലേയേഴ്സിനെ കളിപ്പിക്കാത്ത താരങ്ങളായ ആ റോളിലാണ് പലപ്പോഴും കാണാൻ സാധിക്കാറ്. ഇന്നും അതേപോലെ തന്നെ അവർ കളിക്കുകയാണെങ്കിൽ അവർ ആരെയൊക്കെ മാർക്ക് ചെയ്യണം? ഈ 2 താരങ്ങൾ ആരെയൊക്കെ മാർക്ക് ചെയ്യണം? അതാണ് ഏറ്റവും വലിയ ചോദ്യം. നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്, വളരെ നല്ല മിഡ്ഫീൽഡുള്ള ഇവർ ആരെയൊക്കെ മാൻ ടു മാൻ മാർക്ക് ചെയ്യണം? അതോ ഇന്ന് നമ്മൾ എല്ലാ സിസ്റ്റവും മാറ്റിയിട്ട് നമ്മുടെ സ്വന്തമായ ഒരു മാൻ ടു മാൻ മാർക്കിംഗ് ഇല്ല, അതായത് നമ്മുടെ ഒരു സ്വന്തം ഫുട്ബോൾ കളിക്കണോ? ഇതൊക്കെ നല്ല ഒരു ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ഇതിനൊക്കെ ഉത്തരം ലഭിക്കണമെങ്കിൽ ഒരു പക്ഷേ വൈകിട്ട് കളിയുടെ ആദ്യ വിസിൽ മുഴങ്ങുമ്പോൾ മാത്രമേ ഇതിനൊക്കെ, കാരണം 2 പേരും ഇൻട്രസ്റ്റിംഗ് ആയ കോച്ചുകളാണ്. ഒരു സൂചന പോലും അവരുടെ ഫാൻസിന് പോലും നൽകാത്ത രീതിയിലാണ് ടീമിനെ പലപ്പോഴും ഫീൽഡ് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ് സെമി ഫൈനലിൻ്റെ ആദ്യ മത്സരത്തിൽ സന്ദീപ് നന്ദിയെ പരീക്ഷിക്കുകയാണ് സ്റ്റീവ് കോപ്പൽ. കുറേ മത്സരങ്ങളിൽ സന്ദീപ് നന്ദിയെ മാറ്റി നിർത്തിയതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് സന്ദീപ് നന്ദി ഇറക്കിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്നത് പോലെയാണ് 2 മത്സരത്തിലും സന്ദീപ് നന്ദി പെർഫോമൻസ് കാഴ്ചവെച്ചത്. രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു പിഴവ് പറ്റിയെങ്കിലും ഒരു നിർണായക പെനാൾട്ടി സേവ് ചെയ്തുകൊണ്ട് ആ ടീമിൻ്റെ രക്ഷകനായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്തും ഒരു എന്താ പറയുക, ഒരു പ്രവചനം ടീമിനെ ഇറക്കുന്നതിൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതെ സുദേശ്, ഇവിടെ ഗ്രഹാം സ്റ്റോക്ക് തന്നെ ഗോൾ വല കാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞാൻ നേരത്തെ ബിനീഷിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം ഈ കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് നന്ദിയുടെ കഴിവുകേടോ അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസമില്ലായ്മയോ കൊണ്ടല്ല, പക്ഷേ പല ഘട്ടത്തിലും അദ്ദേഹത്തെ ആരാധകർ തന്നെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഗോൾ ഡയറക്റ്റ് പോസ്റ്റിലേക്ക് പോയത് അടക്കമുള്ള കാര്യങ്ങൾ. ജിങ്കാൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു ഗോൾ കൂടി സന്ദീപ് നന്ദിയുടെ പോസ്റ്റിൽ കയറുമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ. പിന്നെ ഒന്ന് ഭാഗ്യത്തിൻ്റെ ഭയാനകരമായ ഒരു വേർഷൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പോലും ട്രോൾ ചെയ്തവരുണ്ട്. അതിലും ഈ നന്ദി ഉൾപ്പെട്ടിരുന്നു.
കാരണം അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഭാഗ്യം അങ്ങനെ തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഒരു ബോൾ ബ്ലോക്ക് തടഞ്ഞിട്ടു എങ്കിൽ പോലും. ഇന്നത്തെ ഈ സ്റ്റോക്കിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഇവിടെ വിനീഷ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. കേരളത്തെ സംബന്ധിച്ച് പിന്നെ പ്രതിരോധം ശക്തമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഗോൾ കീപ്പിംഗ് എന്ന സെക്ഷനിൽ നമുക്ക് തലവേദന തന്നെയാണ്. മറുപക്ഷത്ത് കൊൽക്കത്തയ്ക്ക് അങ്ങനെ ഒരു വിഷയമില്ല. ദേബ്ജിത്ത് എന്ന അവരുടെ ഗോൾ കീപ്പർ കഴിവ് തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ ISLലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. ഇവിടെ സ്റ്റാക്കിനെയും നന്ദിയെയും പരീക്ഷിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നന്ദി തൻ്റെ നല്ല കാലം പിന്നിട്ട് കഴിഞ്ഞ ഒരു ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ പലപ്പോഴും വായിച്ചെടുക്കാനാവും. അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ ആത്മവിശ്വാസം, അദ്ദേഹത്തിന് തൻ്റെ പഴയ ചലനങ്ങളും മറ്റും റിഫ്ലക്സുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറച്ചു വെച്ചുകൊണ്ട് കോപ്പൽ വളരെ ഗംഭീരമായൊരു പരീക്ഷണം നടത്തിയത് തൻ്റെ പ്രതിരോധത്തിൽ മലൂദയെ പൂട്ടാൻ വിദേശ താരം വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ റിസ്ക് എടുത്തത്. ആ ഒരു പരീക്ഷണം വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും ചില പിഴവുകൾ നന്ദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ വഴങ്ങുന്നത് അങ്ങനെയാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ നന്ദിയെ ഗോൾ കീപ്പറാക്കുന്ന വലിയൊരു പരീക്ഷണവും വെല്ലുവിളിയും തന്നെയാണ്. കോപ്പൽ ആ പരീക്ഷണം അല്ലെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്നുള്ളതാണ് ടീമിന് നിർണായകമായിരിക്കുന്നത്. അതുപോലൊരു പരീക്ഷണം തന്നെയാണ് ഏതവസരത്തിൽ നന്ദിയെ പരീക്ഷിച്ചാലും. ഇവിടെ സ്റ്റാക്കിനുണ്ടാകുമ്പോൾ ഒരു ഗുണം, ഹ്യൂസിനെയും ഹെങ്ബർത്തിനെയും പോലുള്ള താരങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങാൻ സ്റ്റാക്കിന് സാധിക്കും. അദ്ദേഹം കുറേ കൂടി അഗ്രസീവ്നെസ് കാണിക്കുന്ന ഒരു ഗോൾ കീപ്പറാണെന്ന് നമ്മൾ കാണുന്നു. കുറേ കൂടെ നല്ല രീതിയിൽ തൻ്റെ സഹതാരങ്ങളുമായി ഇടപെടാൻ ഒരു ഗോളി വളരെ നിർണായകമാണ്. ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളോട് ചോദിച്ചാൽ വ്യക്തമായി അറിയാം, ഗോളിയുടെ ആത്മവിശ്വാസവും അദ്ദേഹം പന്തടിക്കുന്നത് എത്രത്തോളം മികച്ച രീതിയിൽ തൻ്റെ സഹകളിക്കാർക്ക് പന്തെത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതും ഫുട്ബോളിൽ അതിനിർണായകമാണ്. ഒരു ടീമിൻ്റെ മൊത്തം ആത്മവിശ്വാസം ഗോളിയുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റല്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആ അവസരത്തിൽ നന്ദിയെപ്പോലെ ഒരാളെ പരീക്ഷിക്കാൻ തയ്യാറാവുന്നത് കോപ്പലിനറിയാം തൻ്റെ കയ്യിൽ മറ്റു മേഖലയിൽ പരീക്ഷിക്കാൻ കൂടുതൽ താരങ്ങളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷണത്തിന് തയ്യാറായത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ടൈ ബ്രേക്കറിൽ അതൊരു വിജയമായി എന്നുള്ളത് നമുക്കൊരു ഭാഗ്യമായി മാറി എന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിൽ ഇന്ന് ഏത് ഗോളിയെ പരീക്ഷിക്കുമെന്നുള്ളത്, ഇന്ന് കോപ്പൽ ഏത് തന്ത്രങ്ങളാണ്, പ്രതിരോധത്തിൽ എന്ത് തന്ത്രമാണോ ആവിഷ്കരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അദ്ദേഹം തൻ്റെ ഗോളി ആരാണെന്ന് നിശ്ചയിക്കുന്നത്. ഒരു ഫൈനലിന് യോഗ്യനായ ഗോൾ കീപ്പർ സ്റ്റാക്ക് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും സഹതാരങ്ങളുമായി, പ്രതിരോധത്തിലെ ഇംഗ്ലീഷ് താരങ്ങളുമായി കൂടുതൽ നല്ല രീതിയിൽ ഇണങ്ങാൻ സാധിക്കുന്നു എന്ന കാര്യത്തിലും അദ്ദേഹം തന്നെ നല്ല ഫോമിലാണെന്നുള്ള കാര്യത്തിലും എല്ലാ ഘടകവും ആലോചിക്കുമ്പോൾ സ്റ്റാക്ക് തന്നെയാണ്. എന്നാൽ നമ്മുടെ ഫീൽഡിലുള്ള മറ്റു താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വലിയ പരീക്ഷണങ്ങൾക്ക് സാധ്യതയില്ലാത്ത തലമാണ്, ബെഞ്ച് സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഏത് താരത്തെ ഇറക്കുന്നു, ഏത് തന്ത്രം പ്രയോഗിക്കുന്നു എന്നനുസരിച്ചായിരിക്കും തൻ്റെ ഗോൾ കീപ്പർ ആരാണെന്ന് കോപ്പലിന് മാത്രമേ ഇപ്പോൾ അറിയാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം കളിക്ക് മുമ്പ് മാത്രമേ, അല്ലെങ്കിൽ ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതെ, തീർച്ചയായും അതങ്ങനെ മാത്രമേ കാണാനാവൂ. അതിനും അപ്പുറം നമ്മുടെ ഒരു സാധ്യതകൾ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു വിശകലനം ഒക്കെ നടത്തുന്നത്. രഞ്ജിത്ത്, ഇന്നത്തെ താങ്കൾ ഒരു സാധ്യത കാണുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ അന്തിമമായി കളത്തിൽ മാത്രമാണ് ആ പ്ലേയിങ് 11 ആരാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കളി കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനാവുക. അതിനും അപ്പുറം താങ്കൾ കൊച്ചിയിലുണ്ട്. ഒരു പ്ലെയർ എന്ന നിലയിൽ കൂടി ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത് ഈ ഘട്ടത്തിൽ? അരുൺ, 100% ഞാൻ ബിനീഷും എൻ്റെ കളിക്കൂട്ടുകാരനും കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ബിനീഷ് പറഞ്ഞതിലോടും നമ്മുടെ പ്രിയ സുഹൃത്ത് സുദേശ് ചേട്ടൻ പറഞ്ഞത് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം ഈ ഹോസുടെ ഈ ഒരു 2 യെല്ലോ കാർഡ് വാങ്ങിച്ച ഈ ഹോസുടെ ഈ പിന്മാറ്റം അത് പ്രയോജനപ്പെടുത്തുന്നത് 100% ഒരു ഫോറിൻ പ്ലെയർ മാറുമ്പോൾ അവിടെ ഒരു ഗോൾ കീപ്പറിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവിടെ ഹോസുവിൻ്റെ പൊസിഷനിൽ ഹോസു ഒരു ഫോറിൻ പ്ലെയർ ആയിരുന്നതുകൊണ്ട് ആ പൊസിഷൻ ഏറ്റെടുക്കുന്നത് അത് കോപ്പൽ ചെയ്യാൻ പോകുന്നത് ഒരു പരിധിവരെ അവിടെ ഒരു ഗോൾ കീപ്പറിന് ചാൻസ് കൊടുക്കാൻ 100% കോപ്പൽ മുതിരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിൽ വരികയാണെങ്കിൽ റിനോ ആൻഡോയ്ക്ക് ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ ഒരു ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ നമ്മുടെ കളി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഇന്നത്തെ കളി നമുക്ക് എന്ത് തന്നെയാലും ഈ ജയിക്കാൻ പറ്റും തന്നെയാണ് തോന്നുന്നത്. പിന്നെ
നമ്മളെ മേധാവ് ഹുസൈൻ്റെ കാര്യം പറയുകയാണെങ്കിലും പിന്നെ മുഹമ്മദിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബിനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നമുക്ക് മാൻ ടു മാൻ മാർക്കിംഗ് ഇന്ന് കളിക്കാൻ പറ്റത്തില്ല. ഷുവറായിട്ട് ബിനീഷ് പറഞ്ഞ 100% ഞാൻ യോജിക്കുന്നു. കഴിഞ്ഞ കളിയിൽ നമ്മൾ മലൂടെ പിന്നെ മാൻ ടു മാൻ ചെയ്ത പോലെ ഇന്ന് ഒരു പ്ലെയറിന് നമുക്ക് മാൻ ടു മാൻ മാർക്ക് ചെയ്തിട്ട് കളിക്കാൻ പറ്റില്ല. നമ്മുടെ ത്രൂ ഔട്ട് കളി ഇന്ന് കളിച്ച് നമുക്ക് ജയിക്കാനുള്ള ഒരു 100% ജയിക്കാനുള്ള ഇത് ഞാൻ കാണുന്നു. തീർച്ചയായും ഉഴൂർ വിജയൻ, ഇവരൊക്കെ കളിക്കാരും കളിയെഴുത്തുകാരുമാണ്. അത്രത്തോളം വസ്തുനിഷ്ഠമായി എങ്ങനെയാണ് പ്ലേയിങ് 11 എന്നൊന്നും പറയാൻ നമുക്ക് വശമില്ല. ഈ ആരാധകന്റെ ആവേശത്തോടെ മത്സരം കാണുക എന്നുള്ള ഒരു വികാരമാണ് ഞാനും താങ്കളും അടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ആ മനസ്സോടുകൂടി ഇതിനെ കാണുന്നത്? തീർച്ചയായും ആരാധകരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഫൈനൽ കഴിയുമ്പോൾ ഒരു സിനിമയുടെ പോസ്റ്ററിൽ കാണുന്ന പരസ്യം പോലെ കലക്കി കിടുക്കി തകർത്തു എന്ന് പറയുന്ന നിലയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം കൊയ്തെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ കൽക്കത്ത മോശമല്ല, ഇന്ത്യയെ നമ്മൾ ഒന്നായേ കാണാൻ കഴിയുള്ളൂ. ഒരു മലയാളിയായതുകൊണ്ട് നമ്മൾ ആ വികാരത്തോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും, ഇതിനേക്കാൾ വലിയൊരവസരം ഇനി കിട്ടുമോ എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പിന്നെ സച്ചിനാണല്ലോ ഇതിൻ്റെ ചുമതല. അദ്ദേഹം എല്ലായിടത്തും ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എന്നുള്ളത് കൊണ്ടും കേരളമായതുകൊണ്ടും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, ഫുട്ബോൾ പ്രേമികൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കും. ആ ആവേശത്തിനും കുറച്ച് മാർക്ക് കിട്ടാൻ ഇടയുണ്ട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവതാരകനായ അരുണും വളരെ ആവേശത്തിലാണ്. അരുണിനെ കണ്ടാൽ തന്നെ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ശരീരഘടനയാണുള്ളത്. അതുകൊണ്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരു മഞ്ഞ ബനിയനും അല്ലെങ്കിൽ ഒരു വേഷവുമായിട്ട് അവതരിപ്പിക്കാൻ കടന്നു വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അവിടെ കാണും. സ്റ്റുഡിയോയിൽ നിന്ന് അരുണിൻ്റെ വാക്കുകൾ ആ നിലയിലായിരിക്കണം. അങ്ങനെ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം വൈകുന്നേരം ആകുമ്പോഴേക്കും. തീർച്ചയായും ഒരു ആരാധകന്റെ മനസ്സോടുകൂടി തന്നെയാണ് എല്ലാ മത്സരങ്ങളെയും സമീപിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞയിൽ വരാൻ ശ്രമിക്കാം, ആ വാക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. മനു സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, സച്ചിൻ എത്തുന്നുണ്ട്, ബച്ചൻ, ഒപ്പം ദാദാ, ഗാംഗുലി, സെലിബ്രിറ്റീസിന്റെ ഒരു നിര തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു സച്ചിൻ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സച്ചിൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹോട്ടലിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും വൈകിട്ട് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ VIP-കളുടെ വലിയ നിര തന്നെയായിരിക്കും എത്തുക. സച്ചിനുണ്ട്, സൗരവ് ഗാംഗുലി ഉണ്ട്, അമിതാഭ് ബച്ചൻ വരും, അഭിഷേക് ബച്ചൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് വൻ താരങ്ങൾ, വൻ തോക്കുകൾ ഇങ്ങോട്ട് എത്തും. ഏതായാലും ആരാധകരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് ഈ സമയം. അതായത് ഏറ്റവും വലിയ VIP-കളായ നമ്മുടെ ഗാലറി 12-ാമൻ, അവരാണ് ഏറ്റവും വലിയ VIP. അരുൺ, ഈ ഒരു ആവേശം തന്നെയാണ് കൊച്ചിയുടെ ഏറ്റവും വലിയ കരുത്ത്. തീർച്ചയായിട്ടും അരുൺ, ഈ ഒരു ആവേശം തന്നെയാണ് കൊച്ചിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഏതായാലും ഈ ഒരു വലിയ ഗാലറി, അതായത് 60,000-ന് മുകളിൽ വരുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരുപാട് ആരാധകർ നമ്മോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതിന്റെ പ്രതീക്ഷകളും. കാരണം ഇത് 3-ാം സീസണാണ് ഇപ്പോൾ ഇന്ത്യൻ ISL ഇന്ത്യൻ സൂപ്പർ ലീഗ് 3-ാം സീസണാണ് ഇപ്പോൾ. ഇതിന്റെ ഫൈനലാണ് നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു വാല്യൂ നമ്മൾ കണക്കാക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ കാണികളുടെ ആ ഒരു പോസിറ്റീവ് എനർജി കാണുമ്പോൾ തീർച്ചയായും കേരളം 2 ഗോളിന് ലീഡ് ചെയ്ത് വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കൊൽക്കത്ത ടീമിനെ അപേക്ഷിച്ചിടത്തോളം ഇയാൻ ഹ്യൂം ആണ് ഏറ്റവും ഡേഞ്ചറായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല കേരളത്തിൻ്റെ പ്രതിരോധ നിര വളരെ മെച്ചപ്പെട്ട കൃത്യമായി കളി കാണുകയും കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ്
അദ്ദേഹം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇങ്ങനെ വലിയൊരു ആരാധക കൂട്ടം, അതായത് മത്സരത്തിന്റെ ഓരോ നിമിഷവും, അതായത് ഓരോ കളിക്കാരനെ കുറിച്ചും വ്യക്തമായ രീതിയിൽ അറിയാവുന്ന രീതിയിൽ തന്നെ കേരളത്തിന്റെ ആരാധകർ, അത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവർ ഏതായാലും മത്സരം വിജയിപ്പിക്കാൻ വേണ്ടി സജീവമായി തന്നെ, അതായത് ഉച്ചയായപ്പോഴേക്കും 3:30 മുതലാണ് കാണികളെ പ്രവേശിപ്പിച്ചു തുടങ്ങുക. ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മോടൊപ്പം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അധികം നേരം ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പറ്റിയ പോലീസുകാർ ഇവിടെ അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും എവിടെയൊക്കെ ക്യാമറ വയ്ക്കുന്നു അവിടെയൊക്കെ ആരാധകർ കൂട്ടമായി എത്തി തങ്ങളുടെ ഒരു ആവേശവും പിന്തുണയുമൊക്കെ, ടീമിനുള്ള പിന്തുണയൊക്കെ ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് ഒരു 60,000-ന് മുകളിൽ കാണികൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ആരവം, അത് തന്നെയാണ് ഒരുപക്ഷേ കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ ISL-ലെ ഈ സീസണിലെ, അല്ലെങ്കിൽ ഈ 3 സീസണിലും ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന ഗ്രൗണ്ടുകളിൽ ഒന്നുകൂടിയാണ് കൊച്ചി. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കാണികളെത്തിയ സ്റ്റേഡിയം. ആ സ്റ്റേഡിയം ഇന്നും നിറഞ്ഞു കവിയും. മാത്രമല്ല പ്രിയപ്പെട്ട സച്ചിൻ കൂടി വരുന്നു, ഒപ്പം തന്നെ ദാദ സൗരവ് ഗാംഗുലി എത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ന് ആവേശം അതിന്റെ എല്ലാ അതിരുകളും കടന്നു പോകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഫൈനലിൽ 6:30 സമാപന ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കും. 6:50 സച്ചിൻ അടക്കമുള്ളവർ ഗ്രൗണ്ടിലെത്തും. ഒപ്പം തന്നെ 8 ടീം ഉടമകൾ ഗ്രൗണ്ടിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 7 മണിക്ക് കറക്റ്റ് കിക്ക് ഓഫ്. ഏതായാലും ഇത്തരത്തിൽ ഒരു ലോകകപ്പ് മത്സരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടീമിന്റെ ആരാധകർ അവരുടെ മഞ്ഞക്കുപ്പായവും മഞ്ഞ ബാഡ്ജും അത്തരത്തിൽ ജേഴ്സികളൊക്കെ അണിഞ്ഞ് വലിയ രീതിയിൽ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കൊച്ചിയിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. ആവേശത്തിന് യാതൊരുവിധ കുറവുമില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കാണികൾ വിവിധ ഭാഗങ്ങളിലായി, സ്റ്റേഡിയത്തിലെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു ചെറിയൊരു നിരാശ എന്ന് പറഞ്ഞത്, കുറേ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ഫൈനൽ ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നൊരു നിരാശ മാത്രമാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ നിരാശകളൊന്നും ടീമിനോടുള്ള ഒരു സ്നേഹത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഓരോ നിമിഷവും ബ്ലാസ്റ്റേഴ്സിനെ അകമഴിഞ്ഞ് പിന്തുണച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടം വലിയ രീതിയിൽ പിന്തുണയുമായി, സപ്പോർട്ടുമായി ഒഴുകി ഗാലറിയിലേക്ക് വരുന്നു. ആ ഒരു 12-മനായ ഒരു ഗാലറിയുടെ ആ ഒരു ശക്തി തന്നെയായിരിക്കും പതിവ് പോലെ ഇന്നും കേരളത്തിന്റെ പ്രതീക്ഷ. തുടർച്ചയായി 6 ഹോം മാച്ചുകൾ കേരളം ഇവിടെ ജയിച്ചിരുന്നു. അത് ഈ ഗാലറിയുടെ ഏറ്റവും വലിയ ഒരു ആരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു. നേരത്തെ ഒരു മലപ്പുറംകാരൻ പറഞ്ഞതുപോലെ മലബാറുകാരാണ് ഈ മത്സരം വിജയിപ്പിച്ചതെന്ന രീതിയിൽ തന്നെ അവർ പറയുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഇന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏതായാലും അരുൺ, നമുക്ക് കൂടുതൽ ആവശ്യ കാഴ്ചകളിലേക്ക് വീണ്ടും വരാം. മനുവാണ് വിവരങ്ങൾ നൽകിയത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന്. വലിയ തരത്തിലുള്ള ആരാധകരുടെ ഒരു സാന്നിധ്യമാണ്, പങ്കാളിത്തമാണ് നിലവിൽ അവിടെയുള്ളത്. ഇതിൽ ഒരു വലിയ വിഭാഗത്തിനാണ് അവിടെ ടിക്കറ്റ് നിഷേധിച്ചതും. ഈ ആരാധകരുടെ സജീവമായ പങ്കാളിത്തമാണ് ISL എന്ന ഈ വലിയ മത്സരത്തെ നിലനിർത്തുകയും ചെയ്യുന്നത്. ഇത് അധികൃതർ കാണാതിരുന്നാൽ ഒരുപക്ഷെ ഈ മത്സരം അല്ലെങ്കിൽ ഈ വലിയ സംരംഭം എരിഞ്ഞ് ഒടുങ്ങിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കളിക്കാർ കഴിഞ്ഞാൽ രണ്ടാമത് കാണികളാണ് എന്ന ലളിതമായ യുക്തി കൂടി പരീക്ഷിക്കപ്പെടുന്ന, പ്രാവർത്തികമാക്കപ്പെടുന്നിടത്താണ് ടീമുകളുടെ നിലനിൽപ്പ് ഉള്ളത്. അത് മറന്നുകൊണ്ടുള്ള കളി കൂടിയാണ് നിലവിൽ കൊച്ചിയിൽ കാണുകയും ചെയ്യുന്നത്. 2.5 മാസം നീണ്ടുനിന്ന കാൽപന്തിന്റെ വസന്തം ഇന്ന് കൊച്ചിയിൽ പെയ്ത് തോരുകയാണ്. ആദ്യമായി കന്നിക്കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമോ എന്ന വലിയ ചോദ്യമാണ് ആരാധകർക്ക് മുന്നിൽ ഉള്ളത്. ചർച്ചയിൽ പങ്കെടുത്തത് രഞ്ജിത്ത്, ബിനീഷ്, സുധീഷ്, ഉഴവൂർ, വിജയൻ. എന്തായാലും വളരെയധികം നന്ദി. മത്സരം കാണാൻ പോകും വഴിക്ക് കോട്ടയം സ്റ്റുഡിയോയിലെത്തി ഞങ്ങൾക്ക് ഒപ്പം സജീവമായ ചർച്ചയിൽ പങ്കെടുത്തു ഉഴവൂർ വിജയൻ, ഒപ്പം ന്യൂസ് റൂമിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത സുധീഷ്, ബിനീഷ്, രഞ്ജിത്ത് അടക്കമുള്ളവർക്ക്